ഇന്ന് നമുക്കൊരു കിടിലൻ കടായി ചിക്കൻ ഉണ്ടാക്കിയാലോ? ഞങ്ങളുടെ മലപ്പുറത്ത് കല്യാണ വീടുകളിലൊക്കെ നെയ്ച്ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നൊരു കടായി ചിക്കനാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെയും ഉണ്ടാക്കാൻ തോന്നുന്ന അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ കടായി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ 500 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ലൊരു കളറിന് വേണ്ടിയിട്ട്. 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മളൊരു അരമണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനുശേഷം വേണം ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ. ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം ഈ ഓയിൽ കൊണ്ട് തന്നെ ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. പിന്നെ എത്രത്തോളം ഓയിൽ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ പെട്ടെന്ന് ചിക്കൻ ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ഓയിൽ എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് 2 ട്രിപ്പായിട്ടൊക്കെ ചിക്കൻ വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എന്നാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. ഇനി നമ്മളൊരു പാനിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് 1/2 കപ്പ് ഓയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടായി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള രീതിയിൽ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് നെടുകെ കീറിയതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് സവാളയാണ്. അപ്പോൾ ഞാൻ 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ സവാള നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് സവാള നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കുക. സവാള ഇപ്പോൾ ഇവിടെ നല്ല പോലെ വാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ചിക്കൻ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പാക്കറ്റിൽ 2 എണ്ണം ഉണ്ടാവും, പക്ഷേ ഞാനിപ്പോൾ 1 എണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ കറി മസാല, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മളിതിലോട്ട് എല്ലാ പൊടികളും ചേർക്കണം കേട്ടോ, പക്ഷെ കുറച്ച് ചേർത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ 2 തക്കാളി, മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി നേരിയതായിട്ട് കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ ഈ തക്കാളി വെന്തുടയുന്നത് വരെ വേവിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് അടച്ച് വെക്കുകയാണ്. തക്കാളിയൊക്കെ ഇപ്പോൾ ഇവിടെ നല്ല പോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ല പോലെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള സോസുകൾ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ സോയാ സോസാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചില്ലി സോസാണ് ചേർക്കാനുള്ളത്. ചില്ലി സോസ് ഞാൻ 1 ടേബിൾ സ്പൂൺ തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ സോസുകളൊക്കെ ചേർത്താൽ മാത്രമേ നമ്മുടെ കടായി ചിക്കൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. കൂടുതലൊന്നും വേണ്ട, 1 ടേബിൾ സ്പൂണൊക്കെ എടുത്താൽ മതി. കൂടുതലൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ സോസൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മളിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലോട്ട് ഒരു 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം ചേർക്കണം കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് കിട്ടില്ല. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. എന്നാലാണ് ചിക്കനൊക്കെ പൂർണ്ണമായിട്ട് വേവുള്ളൂ. നമ്മൾ 1/4 ഭാഗത്തോളം മാത്രമേ ഫ്രൈ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. കടായി ചിക്കനൊക്കെ ആകുമ്പോൾ നമ്മൾ ക്യാപ്സിക്കം ചേർക്കണം കേട്ടോ. ക്യാപ്സിക്കം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ക്യാഷ്നട്ട് പേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ 8 ക്യാഷ്നട്ട് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അരച്ചെടുത്തതാണിത്. അപ്പോൾ കുറച്ച് വെള്ളത്തിലൊന്ന് നല്ല പോലെ പേസ്റ്റ് ആക്കിയിട്ട് വേണം നമ്മൾ ക്യാഷ്നട്ട് ചേർക്കാൻ. കുതിർത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ, എന്നാലാണ് നല്ല പോലെ അരഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ക്യാഷ്നട്ട് ചേർത്തിട്ട് ഞാനിപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാഷ്നട്ട് പേസ്റ്റ് ചേർത്തതിന് ശേഷം ഈ കറി ഒന്ന് നല്ല പോലെ തിളപ്പിച്ചെടുക്കുക. ക്യാപ്സിക്കം ഒന്ന് കുക്കാവണം, അതുപോലെ ക്യാഷ്നട്ടിൻ്റെ പേസ്റ്റിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി കിട്ടണം. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് സ്പ്രിംഗ് ഒനിയനാണ്, ഉള്ളിത്തണ്ടാണ് കേട്ടോ ഈ സ്പ്രിംഗ് ഒനിയൻ എന്ന് പറയുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ചേർക്കുന്നുണ്ട്. ഉലുവയിൽ ഉണക്കിയതാണ് കസൂരി മേത്തി. പിന്നെ 2 ടേബിൾ സ്പൂണോളം മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളിയായിട്ടുള്ള കടായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് കല്യാണ വീടുകളിലെ നെയ്ച്ചോറും കടായി ചിക്കനും അതുപോലെ ദം റൈസും കടായി ചിക്കനും എന്നൊക്കെ പറഞ്ഞ് റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കടായി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ദം റൈസും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ കോമ്പിനേഷൻ തന്നെയാണ്.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. പിന്നെ നമ്മുടെ ഗിവ് അവേയിൽ പങ്കെടുക്കുന്നവർ ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ കമൻറ്റ് ചെയ്യാൻ. എന്നാലേ നിങ്ങളുടെ കമൻറ്റ് ഗിവ് അവേയിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്